അങ്ങനെ ആര്യയുടെയും സച്ചിൻ ദേവിന്റെയും CPMന്റെയും വാദങ്ങൾ പൊളിഞ്ഞടുങ്ങുകയാണോ? കണ്ടക്ടറും ഇപ്പോൾ ഇതാ മൊഴി കൊടുത്തിരിക്കുകയാണ്. അതായത് പിൻസീറ്റിലായതിനാൽ ഒന്നും കണ്ടിട്ടില്ല, ഡ്രൈവർ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന മേയറുടെ പരാതിയിൽ കണ്ടക്ടറുടെ മൊഴി ചർച്ചയാവുകയാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം നടത്തിയതായി കണ്ടിട്ടില്ലെന്ന് കണ്ടക്ടർ സുബിന്റെ മൊഴി. പിൻസീറ്റിലായതിനാൽ ഒന്നും കണ്ടിട്ടില്ല, മേയർ സഞ്ചരിച്ച വാഹനത്തെ ഓവർടേക്കിംഗ് ചെയ്തിട്ടുണ്ടോ എന്നതിലും തനിക്ക് വ്യക്തതയില്ലെന്നാണ് മൊഴി. കന്റോൺമെന്റ് പോലീസിനാണ് മൊഴി നൽകിയത്. KSRTC ബസ്സിലെ CCTV ദൃശ്യങ്ങൾ കാണാതായ സംഭവത്തിൽ പോലീസിന് ഇതുവരെ ഒരു തുമ്പും കിട്ടിയില്ല. തമ്പാനൂരിൽ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്ത് CCTV ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. സ്റ്റാൻഡിന്റെ അകത്തുള്ള രാത്രികാല ദൃശ്യങ്ങൾ വ്യക്തമല്ല. സംഭവം നടന്ന ദിവസം മുതലുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം പാളയത്ത് വെച്ചായിരുന്നു മേയറും KSRTC ഡ്രൈവറും തമ്മിൽ നാട് റോഡിൽ വാക്കേറ്റമുണ്ടായത്. മേയറും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കുടുംബവും സഞ്ചരിച്ച കാറിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. പ്ലാമോട് വെച്ച് ആദ്യം ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്ന് പിന്നാലെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചെന്നുമാണ് മേയറുടെ പരാതി. ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ KSRTC ഡ്രൈവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതേസമയം കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്ന മേയർക്കെതിരെയുള്ള പരാതിയിൽ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല. ഡ്രൈവറുടെ പരാതിയിൽ കഴമ്പില്ല എന്ന നിലപാടിലാണ് പോലീസ്. അതിനിടെ KSRTC ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന് ആവർത്തിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. സിഗ്നലിൽ ബസ് നിർത്തിയപ്പോഴാണ് ഡ്രൈവറോട് ചോദിക്കാൻ ഇറങ്ങിയത്. സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ ക്ഷുഭിതനായി. ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും ആര്യ രാജേന്ദ്രൻ ആരോപിച്ചു. എന്നാൽ ഇപ്പോൾ ഇതാ കണ്ടക്ടർ ചിലതൊക്കെ തുറന്നു പറയുകയാണ്. അതായത് ഡ്രൈവർ ലൈംഗിക അധിക്ഷേപം നടത്തിയതായി കണ്ടിട്ടില്ല എന്ന കണ്ടക്ടർ പറഞ്ഞതോടെ വീണ്ടും CPMനും മേയർക്കും സച്ചിൻ ദേവിനും ചോദ്യങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മേയറും MLAയും ഇവരെ ന്യായീകരിച്ചെത്തിയവരും ഒക്കെ ആരോപിച്ചുകൊണ്ടിരുന്നത് ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നാണ്. എന്നാൽ ഇപ്പോൾ ഇതാ യദു ലൈംഗിക അധിക്ഷേപം നടത്തിയതായി കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് കണ്ടക്ടർ സുബിൻ പറയുന്നത്. KSRTC ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ പോലീസിന്റെ അന്വേഷണവും എങ്ങും എത്തിയില്ല. സംഭവം നടന്ന ദിവസം വാഹനത്തിലെ ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു യദു പറഞ്ഞത്. ഡ്രൈവർ യദു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതികൾ പരിശോധനയ്ക്കായി കന്റോൺമെന്റ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഡ്രൈവർ യദു നേരത്തെ മോശമായി സംസാരിച്ചെന്ന് വ്യക്തമാക്കി യുവനടി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഈ വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നത്. യദുവിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്ത് വന്നു. അതിനിടെ നടുറോഡിലെ തർക്കത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് യദു. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കുമെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യദു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്.